ഇന്നത്തെ ഊണിന് സിമ്പിളായിട്ടുള്ളൊരു ഉണക്കമീൻ കറിയാലോ, നെത്തോലിയും കൂർക്കയൊക്കെ വെച്ചിട്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഉണക്കനത്തേൽ തലേന്ന് രാത്രി തന്നെ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിൻ്റെ നല്ലോണം കഴുകിയിട്ട് നെടുകെ ഇങ്ങനെ നമ്മൾ കീറിയെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണിത് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു നെത്തോലിക്ക് ഉപ്പൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ നമ്മൾ ഉണക്ക മത്തിയൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഉപ്പ് വേണം. ഇനി നമുക്കിതിലേക്ക് ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളിയും ഒരു അര കൈപ്പിടിയോളം നമ്മുടെ കൂർക്കയില്ലേ, ചീവക്കിഴങ്ങ്, അത് വൃത്തിയാക്കിയിട്ട് ഇതേപോലെ നെടുകെ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. നമ്മുടെ ഉണ്ടമുളകുണ്ടല്ലോ, മണമുള്ള മുളക്, അതുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പഴുത്ത പച്ചമുളക് എടുക്കണേ. പച്ചമുളകിനേക്കാളും കുറച്ചുകൂടി എരിവ് ഇതേപോലെ പഴുത്ത മുളകിനായിരിക്കും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതൊക്കെ വേവാനുള്ള ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ചുവന്നുള്ളിക്ക് പെട്ടെന്ന് വേവില്ലെങ്കിലും പക്ഷേ കൂർക്ക ഇച്ചിരി വേവുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉണക്കമീൻ ഉപ്പില്ല. അങ്ങനത്തെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് വേകാനായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോഴേ നമ്മൾ കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവറും കൂടെ അതിലേക്ക് ഇറങ്ങുവേ. ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഇച്ചിരിയും പുളിയും പിന്നെ കുറച്ച് കൂടുതൽ തന്നെ ചുവന്നുള്ളി വേണം. ഒരു 8-10 അല്ലി ചുവന്നുള്ളിയെങ്കിലും വേണേ. പിന്നെ നമുക്കൊരു അരമുറി തേങ്ങയും വേണം. ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോഴത്തേക്കതേ നമ്മുടെ നെത്തോലിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂർക്കയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പച്ചമുളകും നന്നായിട്ട് വെന്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എരിവൊക്കെ ഇറങ്ങി കാണും. അപ്പോഴത്തേക്ക് കൂർക്ക ഞാനിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ ഏകദേശം നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു വടുകനെ അരയ്ക്കുന്നതിൻ്റെ അത്രയും വേണ്ട, കുറച്ച് മുമ്പിലുള്ള പരിവാമ്പം എടുത്താൽ മതി. ഇതൊക്കെ നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ചമീൻ കഴിക്കുന്നതിനേക്കാളും ഇടയ്ക്കൊക്കെ ഇതേപോലെ ഉണക്കമീൻ ഇതേപോലെ പല രീതിയിലൊന്ന് കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അന്നത്തെ ദിവസമായിരിക്കും കേട്ടോ എല്ലാവരും കുറച്ച് കൂടുതൽ തന്നെ ചോറ് കഴിക്കുന്നത്. ഈ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നപ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മുളകിന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഉണ്ടമുളകില്ലേ, ഇച്ചിരി മണമുള്ള മുളക്, അതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു മണവും കിട്ടും, വേറൊരു ടേസ്റ്റും കൂടെ ആയിരിക്കും. ഇനി അരപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇനി അതിനകത്തുള്ള വെള്ളമയമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ചാനലിൽ കുറേ നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വേണം കാണാൻ. അപ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കൂടുതൽ പോകുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് നിരത്തിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പ് നേരത്തെ നമ്മൾ ആദ്യമേ വേണമെങ്കിലും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കുവാണ്. വെള്ളമയവും ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മീനും അതുപോലെ തന്നെ കൂർക്കയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്താൽ മതി. കടുകൊന്നും പൊട്ടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ ഇങ്ങനെ വെക്കുന്നതിന്. ശരിക്കും നെത്തോലി മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. നമ്മൾ കൂർക്കയും ചുവന്നുള്ളിയൊക്കെ ഇട്ട്, കൂർക്ക ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് വെക്കാം, ചുവന്നുള്ളി മാത്രം ഇട്ടും വെക്കാം, അതും ഒരു ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ അതും കൂടെ ഈ കൂർക്കയും കൂടെ ഇടുമ്പോൾ ഉണ്ടല്ലോ അത് നല്ലൊരു ടേസ്റ്റായിട്ടിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂർക്കയ്ക്ക് പകരം ചക്കക്കുരു വേണമെങ്കിലും ചേർക്കാം. അത് നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ലല്ലോ. പക്ഷെ കൂർക്കയും അതുപോലെ തന്നെ സീസൺ ആകുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതേപോലെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് എന്തായാലും ചോറ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.